ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൂർക്കൻ ചിക്കനും ഉണ്ടാക്കാം. മലയാളി കടയിൽ നിന്ന് കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂർക്കൻ ചിക്കനും ചേർത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ തന്നെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ച കാരണം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ. അതിപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്തതാണ്. പിന്നെ 1/2 കിലോ ചിക്കന് 1/4 കിലോ കൂർക്കയാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ പുരട്ടാനുള്ള ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് ചിക്കന് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇടണം. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇടുക. അതിന് 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഈ പെരുംജീരകവും നല്ല ജീരകവും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണേ. പെരുംജീരകവും നല്ല ജീരകവും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. അതായത് മുഴുവൻ കുരുമുളക് പൊടി. ഈ കുരുമുളകും നല്ല ജീരകവും പെരുംജീരകവും ഒക്കെ നല്ലോണം മൂത്ത് നല്ല മണം വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അപ്പം നമുക്ക് എരിവ് ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കുറവ് ചേർത്താലും മതി. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം. ഇത് രണ്ടും കൂടി മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്താൽ നിങ്ങൾക്കറിയാലോ, ഓൾറെഡി പാൻ നല്ല ചൂടുണ്ടാവും. അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അതായത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല. ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൻ ഓഫിലാണ്, അത് ഓർമ്മിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗരം മസാലയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ ആ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ ചിക്കൻ ആവശ്യമായ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ. ഇപ്പം എൻ്റെ അടുത്ത് നാരങ്ങ ഇല്ലാത്ത കാരണം ഞാൻ 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. എൻ്റെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ എൻ്റെ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിപ്പോൾ എനിക്കൊക്കെ കഴിക്കേണ്ട കാരണം ഒരു പച്ചമുളകേ എടുത്തുള്ളൂ. ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുക. സവാള ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കാത്തത് ഉണ്ടായിരുന്നിട്ട് തീർന്നു പോയി. കറിവേപ്പില ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ആവും. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. തക്കാളിയൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഒരു 2-3 മിനിറ്റ് ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒരു 3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കൂർക്ക ചേർക്കാം. കൂർക്ക ചേർത്തുണ്ട്. കൂർക്ക അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂർക്കയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കൂർക്ക ഏതാണ്ട് ചിക്കൻ്റെ അത്ര തന്നെ കൂർക്കയ്ക്കും വേവുണ്ട്, അതുകൊണ്ടാണ് ചിക്കൻ്റെ കൂടെ തന്നെ ചേർക്കണേ. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടും ചേർക്കാം. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ടേസ്റ്റ് വരിക ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും. കൂർക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ അതേ ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഞാൻ ഒരു സെമി ഗ്രേവി തിക്നെസ്സിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തിട്ട് നമുക്ക് പിന്നെയും വേവിച്ചാൽ മതിയാവും. എന്തായാലും ഇനി നമുക്ക് തിളച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം തീയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെയും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ കറി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കറി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കൂർക്കയൊക്കെ വേവുന്നതേ ഉള്ളൂ. ഏതാണ്ട് പകുതി വേവായി. നമ്മൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണേ. നോക്കുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പിന്നെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് വേവിക്കാം. അതേ നമ്മുടെ കൂർക്കയും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കനും കൂർക്കയൊക്കെ പാകത്തിന് വെന്തു. ഉപ്പും എരിവൊക്കെ പാകത്തിനാണ്. കൺസിസ്റ്റൻസിയും എനിക്ക് ഇത്രയും ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ചിട്ട് ഇത്രയും കൂടി വെള്ളം വറ്റിച്ചിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ കൂർക്കയും ചിക്കനും റെഡിയായി. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അങ്ങനത്തെ കറി സ്റ്റൗവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനും വൈൻഡപ്പ് ചെയ്യാനൊന്നും ഹനിയില്ല. ഹനി സ്കൂളിൽ പോയേക്കാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രുചിയുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കനും കൂർക്കയും. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.